നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് യോജിപ്പിച്ചെടുത്താലും മതി. ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക, ഒത്തിരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നന്നായിട്ട് ഒന്നുകിൽ സ്പൂൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടില്ലേ, ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ. ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തവി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഒന്നുകിൽ തവി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താലും മതി. പെട്ടെന്ന് തന്നെ ഇതുപോലെ കൈയെടുക്കാതെ മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറൊക്കെ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് ഒരു പാകത്തിനാവുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞപാടെ തന്നെ ഇതുപോലെ കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ കുറച്ച് പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി ക്രീം നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത പാൽപ്പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. ക്രീം ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ് ക്യൂബ്സ് ആണ്. അല്ലാതെ വെള്ളമോ പാലൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഏകദേശം ഒരു 10-12 ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് വേണമെന്നാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഐസ് ക്യൂബ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. പഠിച്ചെടുത്ത മിക്സ് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി അങ്ങ് ലൂസായിട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കുടിക്കാനുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് കുറച്ച് കസ്കസ്, നമ്മുടെ സബ്ജ സീഡ്സ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 സ്പൂണാണ് ഞാൻ ആകെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗാർണിഷ് ചെയ്യുന്നതും ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഞാനിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ടൂട്ടി ഫ്രൂട്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.